ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കയെല്ലാം ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരക്കറി എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്ത് കീറി ചെറു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ പാത്രം അടുപ്പി വെച്ച് അതിനകത്തേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വയനയിലയാണ്. അപ്പോൾ ഈ മധുരക്കറിക്ക് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റ് നൽകുന്നത് ഈ വയനയിലയാണ്. ഇതിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കീറി നുറുക്കി വെച്ചേക്കുന്ന ആ പഴുത്ത വരിക്കച്ചക്ക ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വരിക്കച്ചക്കയും വയനയിലയും ഈ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങണം. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഈവനിങ്ങിലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു നമ്മുടെ തരിക്കഞ്ഞി, മലബാറിലെ തരിക്കഞ്ഞിയുടെ അതേപോലത്തെ ഒരു റെസിപ്പിയാണ് ഈ മധുരക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൈനയിലയും ചക്കയിലും നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം അതിനകത്ത് റവ ചേർത്ത് കൊടുക്കുകയാണ്. റവയും ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇതെല്ലാം ഈ രണ്ടാം പാലിൽ കിടന്നാണ് വേവുന്നത്. പിന്നീടാണ് ബാക്കി ഒന്നാം പാലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളച്ച് വരുവാണ്. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് റവയും. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് തേങ്ങയുടെ ഒന്നാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒന്നാം പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് അതിനകത്ത് കിടന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ മധുരക്കറി എന്നാൽ ഇതിനെ പറയുന്ന നല്ലൊരു മണം. വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ തരിക്കഞ്ഞിയുടെ വേറൊരു വേർഷനാണെന്ന് പറയാം നമുക്ക്. മലബാർ തരിക്കഞ്ഞിയുടെ വേറൊരു വേർഷനായത്. അപ്പോൾ തിളച്ച് കുറുകി വന്നപ്പോൾ നമ്മൾ പശുവിൻ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം നേരം നമ്മളിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുന്നൊരു പരുവത്തിൽ നമുക്ക് ഇറക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.